ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്ന വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയെന്നാണ് അറിയുന്നത്. മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ആന കബനി നദി മുറിച്ചു കടന്ന് കർണാടകയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാരുടെ സംഘം ഇന്ന് വയനാട്ടിൽ. വന്യജീവി ആക്രമണത്തിന് ഇരയായവരുടെ കുടുംബങ്ങളെ മന്ത്രിമാരുടെ സംഘം ഇന്ന് സന്ദർശിക്കുമെന്നാണ് അറിയുന്നത്. UDF രാപ്പകൽ സമരവും ഇന്ന് നടക്കും. നമുക്കൊപ്പം ബേലൂർ മഗ്നയുടെ വിവരങ്ങൾ നൽകാൻ അരുൺ പാറക്കലും അതുപോലെ മന്ത്രിതല സന്ദർശനത്തിൻ്റെ വിവരങ്ങളെക്കുറിച്ച് പറയാൻ സുർജിത് അയ്യപ്പതും അതുപോലെ UDF നടത്തുന്ന സമരത്തെക്കുറിച്ച് പറയാൻ ഷഹദ് റഹ്മാനും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അരുൺ പാറക്കലിലേക്ക്. അരുൺ പാറക്കൽ, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അരുൺ പാറക്കൽ, യഥാർത്ഥത്തിൽ ബേലൂർ മഗ്ന ജനവാസ മേഖലയിലേക്ക് മടങ്ങി വന്നു എന്ന രീതിയിൽ വാർത്തകൾ വീണ്ടും വരുന്നു. യഥാർത്ഥത്തിൽ ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പിൻ്റെ വന്നു കഴിഞ്ഞു എന്നും പറയുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? എന്തൊക്കെ ജാഗ്രതയാണ് ഇപ്പോൾ ജനങ്ങൾ പാലിക്കേണ്ടത്? ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുള്ളൻകൊല്ലി പഞ്ചായത്തിലാണ്. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ 2ാം വാർഡ് പൂതാനംകുന്ന് എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ഈ വയലിന് തൊട്ടപ്പുറത്ത് തെങ്ങിൻതോപ്പാണ്. തെങ്ങിൻതോപ്പിന് തൊട്ടപ്പുറത്താണ് അതിന് പുറകിലാണ് ഈ കബനി നദിയുള്ളത്. ആ പ്രദേശത്തേക്കാണ് ആന ഇന്ന് രാവിലെയോടുകൂടി 4 മണിയോടുകൂടി എത്തിയത്. കർണാടക നാഗർഹോള വനത്തിലായിരുന്നു, ബൈരക്കുപ്പ ഭാഗത്തായിരുന്നു ഇന്നലെ ആനയുടെ അവസാനമായ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ ബാവലിയിൽ നിന്ന് ഈ അതിർത്തിയിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലായിരുന്നു ആന നിന്നിരുന്നത്. ഇന്ന് രാവിലെ ആന കേരള അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മുള്ളൻകൊല്ലി പെരിക്കല്ലൂർ ഭാഗത്തേക്ക് എത്തി ജനവാസ മേഖലയോട് അടുത്ത പ്രദേശങ്ങളിലേക്ക് ആന എത്തി എന്നതാണ്. ആനയുടെ കാൽപ്പാടുകളൊക്കെ തന്നെ അവിടെ പതിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ദൗത്യ സംഘം, RRT സംഘം, വെറ്റിനറി സംഘമൊക്കെ ഇവിടേക്ക് എത്തി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. അവർ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനുയോജ്യമായ പ്രദേശത്ത്, അതായത് ആന ഈ കേരള അതിർത്തിയിലേക്ക് ആനയെ ലഭിച്ചു കഴിഞ്ഞാൽ, അനുയോജ്യമായ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മയക്കുവെടി എന്നൊരു സാധ്യതയാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം മുന്നോട്ട് വെക്കുന്നത്. DFO ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ DFOയും അതുപോലെ തന്നെ വനം വകുപ്പുമൊക്കെ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ കാവലിനുണ്ട് എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ആന ഇപ്പോൾ നിലവിൽ കർണാടക വനത്തിലേക്ക് തന്നെ, നാഗർഹോള വനത്തിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മരക്കോപ്പ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് പറയുന്നു അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. ആന നിരീക്ഷണത്തിലാണ്. കർണാടക വനത്തിലായതുകൊണ്ട് മാത്രം കേരള വനം വകുപ്പിന് ഇതിൽ ഇടപെടുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് മയക്കുവെടിക്കുള്ള ഒരു സാധ്യത ഇപ്പോൾ ഇല്ലാത്തത്. എന്തായാലും നാട്ടുകാരൻ, വാർഡ് മെമ്പർ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എപ്പോഴാണ് ആന എത്തി? ആന എത്തിയ സിഗ്നൽ ഇന്നലെ 4 മണിയോട് കൂടിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ വിളിച്ച് ഇങ്ങനെ പറയുന്നത് ആന എത്താനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്, ലൊക്കേഷൻ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഏകദേശം 5 മണിയോട് അടുക്കൊക്കെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റേഞ്ചറും അതുപോലെ തന്നെ ഫോറസ്റ്ററും ഒക്കെ വിളിച്ചിട്ട് പുഴയിൽ ആന കടന്നിട്ടുണ്ട്, ഇക്കരെ ആളുകളോട് ജാഗ്രതയായിരിക്കുന്നു. വാർഡിൻ്റെ ഗ്രൂപ്പിൽ അപ്പോൾ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തു. ആന പുഴ ഇക്കരെ കടക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ഫെൻസിങ്ങിനോട് ചേർന്ന് ആന ഏകദേശം 1.5 കിലോമീറ്ററോളം പുഴ സൈഡിൽ കൂടെ തന്നെ ആന നടന്ന പാടുകൾ കാണാനുണ്ട്. അപ്പോൾ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 10ഓളം വണ്ടികളും DFOയും റേഞ്ചറും ഒക്കെ ഇവിടെ രാത്രി മുതൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ പട്രോളിങ്ങും പോലീസിൻ്റെ പട്രോളിങ്ങും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ആളുകൾക്ക് ജാഗ്രത കൊടുക്കുകയും അവരുടെ സെർച്ചിങ് ഉണ്ടായതുകൊണ്ട് ആന ഇക്കരെ കടക്കാതെ വരികയുണ്ടായി. ഇപ്പോൾ ആനയുടെ ലൊക്കേഷൻ കാണിക്കുന്നത് കർണാടക ഫോറസ്റ്റ് പുഴ കടന്ന് അതുപോലെ മൈസൂറിനുള്ള റോഡും കടന്ന് കർണാടക ഫോറസ്റ്റിനുള്ളതാണ് ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നതായിട്ടുള്ളത്. ആളുകളുടെ രാവിലെ മുതൽ വളരെ ഭയചകിതരായിട്ടാണ് ഇരുന്നത്. എങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ആളുകളുടെ സമയോചിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ ജനനിബിഡമായ ഈ പ്രദേശത്ത് ആന കടക്കാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. വനം വകുപ്പിൻ്റെ DFOയും റേഞ്ചറും അതുപോലെ തന്നെ അരുൺ സക്രിയ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല സാഹചര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആളുകൾക്ക് അതുകൊണ്ട് അല്പം ഭീതി ഒഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ആന വീണ്ടും ഇവിടെ, മുൻകാലങ്ങളിൽ ഇവിടെയുള്ള അനുഭവം, ഇവിടെ നെല്ല് വിളഞ്ഞാലും അതുപോലെ തന്നെ ചക്കയും മാങ്ങയൊക്കെ നിർബാധം ആന കടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് ഈ പുഴ സൈഡിൽ ഈ ഫെൻസിങ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതെല്ലാം ഞങ്ങൾക്കൊരു ഗുണകരമായി വന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല സമീപനവും ആളുകളുടെ ഭീതി അകറ്റുന്നതിന് വളരെ ക്രിയാത്മകമായി ഇടപെടുകയും ഇതുതന്നെയാണ് ഈ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന ഈ ഒരു ആനയുടെ ഭീതിയിലാണ്. നമുക്ക് രാവിലെ ഇന്ന് 6 മണിക്ക് രാവിലെ ഈ പ്രദേശത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കുർവാദ്വീപ് ഭാഗത്തു കൂടെയാണ് വന്നത്. ആ സമയത്ത് തന്നെ ആളുകളോട് വഴി ചോദിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ ആ ഭീതി കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ആന കർണാടക വനമേഖലയിൽ, നാഗർഹോള വനമേഖലയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഈ ആന കേരളത്തിലേക്ക്, ഈ ജനവാസ മേഖലയിലേക്ക് എത്തുമെന്ന് വനം വകുപ്പിന് പ്രതീക്ഷയുണ്ട്. അനുയോജ്യമായ ഭൂപ്രകൃതി ലഭിച്ചു കഴിഞ്ഞാൽ ആനയെ മയക്കുവെടി വെക്കാനാണ് സാധ്യത. ഓക്കെ, താങ്ക് യു. ബേലൂർ മഗ്നയുടെ വിവരങ്ങളാണ് അരുൺ പാറക്കൽ നൽകിയത്.